മൂന്നാമത്തെയാണ്. ഇപ്പൊ നമ്മൾ സെർവിക്സിന്റെ ചേഞ്ചസ് പറഞ്ഞു, യൂട്രൈൻ കൺട്രാക്ഷൻ പറഞ്ഞു. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഇവന്റ്സ് ആണ്. ഇനി മൂന്നാമത്തെ ഇവന്റ്സ് ആണ് ഷോ. ഷോ എന്ന് പറയുമ്പോൾ എന്തുവാ, ഈ നമ്മുടെ സെർവിക്സ് സോഫ്റ്റനിങ്ങും അതുപോലെ തന്നെ എഫേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തുവാ, ഷോർട്ടനിങ് ഓഫ് ഇത്. അതും സോഫ്റ്റനിങ് നടക്കുമ്പോൾ സെർവിക്കൽ മ്യൂക്കസ് പ്ലഗ് റിലീസ് ചെയ്യും. ഈ സെർവിക്കൽ മ്യൂക്കസ് പ്ലഗിന്റെ കൂടെ ബ്ലഡും കൂടെ ചേർന്നിട്ട് ഡിസ്ചാർജ് ഉണ്ടാവും. ഓക്കെ, അതായത് മ്യൂക്കസ് മിക്സ്ഡ് വിത്ത് ബ്ലഡ്, അതിനെയാണ് നമ്മൾ ഷോ എന്ന് പറയുന്നത്. മനസ്സിലായോ? മ്യൂക്കസ് വിത്ത് ബ്ലഡ്, അതിനെയാണ് നമ്മൾ ഷോ എന്ന് പറയുന്നത്. ഇതാ ആ ലെങ്ത് കൂടുന്നതിന് ഞാൻ കാണിച്ചിരിക്കുവാണ്. ലോവർ യൂട്രൈൻ സെഗ്മെന്റ് ഫോം ചെയ്യുന്ന കാണിച്ചിരിക്കുക. ഈ എ എന്ന് വെച്ചാൽ എബോ എന്ന് ഓർത്തോട്ടെ കേട്ടോ. അപ്പം എ ആണ് നമ്മുടെ അനാട്ടമിക്കൽ ഇന്റേണൽ ലോസ്, എച്ച് എന്ന് പറയുന്നതാണ് ഹിസ്റ്റോളജിക്കൽ ഇന്റേണൽ ലോസ്, ഇ എന്ന് പറയുന്നതാണ് എക്സ്റ്റേണൽ ലോസ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ അനാട്ടമിക്കലും ഹിസ്റ്റോളജിക്കിന്റെ ഇടയ്ക്കുള്ള ഭാഗമാണ് ഇസ്തുമസ്. അപ്പൊ അത് ലെങ്തൻ ചെയ്യുന്നുണ്ടോ? മൂന്ന് ഇതിന്റെ അകത്ത് നോക്കിയാൽ മതി. ഓക്കെ, ഫോർമേഷൻ ഓഫ് ലോവർ യൂട്രൈൻ സെഗ്മെന്റ് കംപ്രൈസിംഗ് ഓഫ് സെർവിക്സ് ആൻഡ് ഇസ്തുമസ്. ഓക്കെ, അപ്പം നാലാമത്തെ, അപ്പം നമ്മൾ യൂട്രൈൻ കൺട്രാക്ഷനെ കുറിച്ച് പറഞ്ഞു, ബ്രാക്സ്റ്റൺ അത് പറഞ്ഞു, സെർവിക്കൽ ചേഞ്ചസ് പറഞ്ഞു, ഷോ പറഞ്ഞു. ഇനി നാലാമത്തെയാണ് ഫോർമേഷൻ ഓഫ് ലോവർ യൂട്രൈൻ സെഗ്മെന്റ്. അപ്പം ഈ ലോവർ യൂട്രൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ യൂട്ടറോ വെസിക്കൽ ഫോൾഡ് ഓഫ് പെരിറ്റോണിയം, അതായത് യൂട്രസിനെയും യൂറിനറി ബ്ലാഡറിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഫോൾഡ് ഓഫ് പെരിറ്റോണിയം ഉണ്ട്. ആ പെരിറ്റോണിയം യൂട്രസിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്ന ആ ഏരിയയുടെ താഴെയുള്ള പാർട്ടിനെയാണ് നമ്മൾ ലോവർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ലോവർ സെഗ്മെന്റ് ഫോം ചെയ്യുന്ന രണ്ട് കമ്പോണന്റ് ഞാൻ പറഞ്ഞു, ഇസ്തമസും സെർവിക്സും കൂടെയാണ്. ഇസ്തമസ് ഞാൻ പറഞ്ഞു ഹിസ്റ്റോളജിക്കൽ ഇന്റേണൽ ലോസിന്റെയും അനാട്ടമിക്കൽ ഇന്റേണൽ ലോസിന്റെയും ഇടയ്ക്കുള്ള സ്പേസ് ആണ്. അപ്പം അതും സെർവിക്സും. ഈ സെർവിക്സ് ഇസ്തമസുമായിട്ട് ചേരുന്ന എപ്പോഴാണ്? എഫേസ്മെന്റ് നടന്നു കഴിയുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഫേസ്മെന്റ് കഴിയുമ്പോഴാണ് സെർവിക്സ് ഇസ്തമസുമായിട്ട് ചേർന്ന് ലോവർ യൂട്രൈൻ സെഗ്മെന്റ് ആവുന്നത്. ഓക്കെ, നോർമലി ഇതിന്റെ ലോവർ യൂട്രൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു 7 to 10 സെന്റിമീറ്റർ ആയിരിക്കും ലേബറിന്റെ അകത്ത്. ഇസ്തമസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ലേബർ അഡ്വാൻസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഈ അപ്പർ സെഗ്മെന്റ് കൺട്രാക്ട് ചെയ്യും, റിട്രാക്ട് ചെയ്യും. ഞാൻ പറഞ്ഞു ഒരു വട്ടം റിട്രാക്ട് ചെയ്താൽ പിന്നെ അതിന്റെ സൈസ് പഴയ പോലെ ആവത്തില്ല. അപ്പം അപ്പർ സെഗ്മെന്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സ്മോൾ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സക്സസീവ്ലി സ്മോളർ ഇൻ സൈസ് ആവും. പക്ഷെ ലോവർ സെഗ്മെന്റ് നോക്കുമ്പോൾ അതെന്ത് ചെയ്യും? ഈ ഡിസ്റ്റൻഡഡ് ആൻഡ് തിന്നർ ആവും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രസന്റിംഗ് പാർട്ട് താഴോട്ട് വരുന്നതിനനുസരിച്ച് ഈ ലോവർ പാർട്ട് റിസീവിങ്ങും അപ്പർ പാർട്ട് പുഷ് ചെയ്ത് താഴോട്ട് വിടുകയാണ്. അപ്പൊ അപ്പർ പാർട്ട് സ്മോൾ ആയിക്കൊണ്ടിരിക്കും, ലോവർ പാർട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഞാനൊരു പ്രീ ലേബറിന് മുമ്പുള്ള ഒരു സംഭവം പറഞ്ഞായിരുന്നല്ലോ, പ്രീ ലേബറിന്റെ അകത്ത് ലൈറ്റനിങ് എന്ന് പറഞ്ഞില്ലേ, അതായത് ഈ അബ്ഡോമിന്റെ അകത്തുള്ള സാധനം താഴോട്ടുള്ള ലോവർ യൂട്രൈൻ സെഗ്മെന്റിലോട്ട് വരുമ്പോഴാണ് ഈ അമ്മയ്ക്ക് ഭയങ്കര കംഫർട്ട് ഒക്കെ ആയിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് പറഞ്ഞില്ലായിരുന്നു ലൈറ്റനിങ് എന്ന് പറഞ്ഞിട്ട്, ഫോർമേഷൻ ഓഫ് ലോവർ സെഗ്മെന്റ്, അതായത് പ്രസന്റിംഗ് പാർട്ട് ഡിസെൻഡ് ഇൻടു ദ പെൽവിസ്. പെൽവിസ് എന്ന് പറയുമ്പോൾ ഈ ലോവർ യൂട്രൈൻ സെഗ്മെന്റിലോട്ടാണ് ഈ കുട്ടിയുടെ തല വരുന്നത്. ഓക്കെ ഓക്കെ, ഇനി ഇങ്ങനെ നമ്മൾ അതായത് ഈ അപ്പർ സെഗ്മെന്റ് ഇങ്ങനെ ഷോർട്ടായി വരുന്നു, ഈ ലോവർ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ വലുതായി വരുന്നു. അപ്പൊ ഈ അപ്പർ സെഗ്മെന്റിന്റെയും ലോവർ സെഗ്മെന്റിന്റെയും ഇടയ്ക്ക് ഒരു റീജിയൻ വരുന്നു, അതിനെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ റിട്രാക്ഷൻ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിയോളജിക്കൽ റിട്രാക്ഷൻ സോൺ, അതായത് ലേബർ പ്രൊസീഡ് ചെയ്യുമ്പോൾ അപ്പർ സെഗ്മെന്റ് പ്രോഗ്രസീവ്ലി തിക്കർ ആവും, സ്മോളർ ആവും, ലോവർ സെഗ്മെന്റ് തിന്നർ ആവും. അപ്പം ജംഗ്ഷൻ ബിറ്റ്വീൻ ദ ടു അപ്പർ സെഗ്മെന്റ് ആൻഡ് ലോവർ സെഗ്മെന്റിനെയാണ്, ആ ഒരു ഡിമാർക്കേഷനെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ റിട്രാക്ഷൻ റിങ് അല്ലെങ്കിൽ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, റിങ് എന്നും പറയുവേ. ഓക്കെ, നമ്മൾ ഈ ലോവർ സെഗ്മെന്റ് എന്തിനാ നമ്മൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ സിസേറിയൻ ചെയ്യുന്നത് ഈ ലോവർ സെഗ്മെന്റിലാണ്. ഓക്കെ, ഇൻസിഷൻ ഇടുന്ന ലോവർ സെഗ്മെന്റിലാണ്. അതാണ് ഒരു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. വേറൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിസിയോളജിക്കൽ റിട്രാക്ഷൻ റിങ് എന്ന് പറഞ്ഞില്ലേ, അതെന്ന് പറഞ്ഞാൽ മോർ പ്രോമിനന്റ് ഇൻ ഒബ്സ്ട്രക്റ്റഡ് ലേബർ. ഒബ്സ്ട്രക്റ്റഡ് ലേബറിൽ ഈ ഒരു പാർട്ട് ഭയങ്കര പ്രോമിനന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് രണ്ടെണ്ണം, ഇൻസിഷൻ ഇടാനും പിന്നെ ഒബ്സ്ട്രക്റ്റഡ് ലേബർ ആണോ എന്ന് അറിയാനും. ഓക്കെ, ഇനി അഞ്ചാമത്തെ കമ്പോണന്റ് എന്നാണ് ഫീറ്റൽ ഡിസെന്റ്. ഈ ഫീറ്റൽ ഡിസെന്റ് നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ടാമത്തെ സ്റ്റേജിലോട്ട്. ഞാൻ ആ ഗ്രാഫ് കാണിച്ചപ്പോൾ പറഞ്ഞു ഈ ഇങ്ങനെ ഡിസെന്റ് ചെയ്ത് താഴോട്ട് വന്നില്ലായിരുന്നോ, അതായത് ആക്റ്റീവ് ഫേസ് കഴിഞ്ഞ് ആക്റ്റീവ് ഫേസിന്റെ ലാസ്റ്റും സെക്കൻഡ് ഫേസിലോട്ട് തുടങ്ങുമ്പോഴാണ് ഡിസെന്റ് ചെയ്ത് തുടങ്ങുന്നത് ഈ ഫീറ്റസിന്റെ ഹെഡ്. അപ്പൊ ഫേസ് ഓഫ് മാക്സിമം സ്ലോപ്പിലാണ് ഫേസ് ഓഫ് ഡീസിലറേഷൻ എന്ന്, അതായത് അവിടെയാണ് മാക്സിമം ഡിസെന്റ് വരുന്നത്. ഞാൻ 3 ഫേസ് പറഞ്ഞില്ലേ, അതിൽ ഡീസിലറേഷൻ ഫേസിലാണ് ഫീറ്റസിന്റെ ഡിസെന്റ് കൂടുതൽ.
ഈ ഫീറ്റസ് ഡിസെന്റ് നമ്മൾ അസസ് ചെയ്യുന്ന ഒന്നെങ്കിൽ അബ്ഡോമിനൽ എക്സാമിനേഷൻ ചെയ്യാം, അല്ലെങ്കിൽ വജൈനൽ എക്സാമിനേഷൻ ചെയ്യാം. ഓക്കെ. ഇനി ഫോർമേഷൻ ഓഫ് ബാഗ് ഓഫ് മെംബ്രെയിൻ. ഇതെന്ന് പറയുമ്പം ലോവർ യൂട്രൈൻ സെഗ്മെന്റ് സ്ട്രെച്ച് ചെയ്യുന്നു. ഓക്കെ. അപ്പം ഈ അമ്നിയോൺ, കോറിയോൺ അതുപോലത്തെ മെംബ്രെയിൻസ് ഒക്കെ നമ്മുടെ യൂട്രസിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുമല്ലേ, ആ മെംബ്രെയിൻസ് ഒക്കെ ഡിറ്റാച്ച് ചെയ്തു പോകും ഫീറ്റസിന്റെ. എന്നിട്ട് അതെല്ലാം കൂടെ ബൾജ് ചെയ്ത് സെർവിക്കൽ കനാലിന്റെ അവിടെ വരും. ഓക്കെ. ആസ് ദ സെർവിക്സ് ഡയലേറ്റ്. അപ്പം ഇതെല്ലാം കൂടെ ബൾജ് ചെയ്ത്, ബൾജിങ് മെംബ്രെയിൻ വിത്ത് ലിക്വർ, അതിനെയാണ് ബാഗ് ഓഫ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ബാഗ് ഓഫ് മെംബ്രെയിൻ ഭയങ്കര ടെൻസ് ആയിരിക്കും, കോൺവെക്സ് ആയിരിക്കും ഓരോ കൺട്രാക്ഷൻ നടക്കുമ്പോഴും. ഓക്കെ. ഈ ബാഗ് ഓഫ് മെംബ്രെയിൻ ഉണ്ടെന്ന് പറയുമ്പോൾ സെർട്ടൈൻ സൈൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്, അതായത് ലേബർ നടന്നുകൊണ്ടിരിക്കുകയെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ലോവർ യൂട്രൈൻ സെഗ്മെന്റ് സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ മെംബ്രെയിൻസ് ഒക്കെ അമ്നിയോൺ, കോറിയൻ തുടങ്ങിയ ഫീറ്റൽ മെംബ്രെയിൻ ഒക്കെ ഡിറ്റാച്ച് ചെയ്ത് സെർവിക്കൽ കനാലിലൂടെ ബൾജ് ചെയ്ത് വരും. ആ ബൾജിങ് മെംബ്രെയിൻ വിത്ത് ലിക്വറിനെയാണ് ബാഗ് ഓഫ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. അത് ഓരോ കൺട്രാക്ഷന്റെ സമയത്തും ഭയങ്കര ടെൻസ് ആണ്, കോൺവെക്സ് ആയിരിക്കും. ഓക്കെ. അത് നമ്മൾ സെർട്ടൈൻ സൈൻ ഓഫ് ലേബർ ആയിട്ട് കണക്കാക്കുന്നു. പിന്നെ വെർട്ടെക്സ് പ്രസന്റേഷൻ ഉള്ളപ്പം ഈ ഹെഡ് ആണെങ്കിൽ ലോവർ യൂട്രൈൻ സെഗ്മെന്റിൽ നല്ലോണം ഫിറ്റ് ആയിട്ടിരിക്കും. ലോവർ യൂട്രൈൻ സെഗ്മെന്റിൽ ഹെഡ് നല്ല ഫിറ്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഇതിനെ കവർ ചെയ്ത്, ഈ ഹെഡിനെ കവർ ചെയ്തിട്ട് കുറെ മെംബ്രെയിൻസ് കാണുമല്ലോ, ഈ മെംബ്രെയിൻ എല്ലാം കൂടെ നന്നായിട്ട് ഹെഡിനെ നല്ലോണം അപ്ലൈ ചെയ്തിരിക്കുമായിരിക്കും. മനസ്സിലായോ? അത് ഫസ്റ്റ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹെഡ് ഫിറ്റ്സ് ഇൻ ദ ലോവർ യൂട്രൈൻ സെഗ്മെന്റിൽ ഹെഡ് ഇരിക്കുകയാണ്. ഈ ഹെഡിനെ കവർ ചെയ്തിട്ട് ആ മെംബ്രെയിൻസും അതുപോലെ നല്ലോണം അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു അവർ ഗ്ലാസ് അപ്പിയറൻസ് ആയിരിക്കും. അവർ ഗ്ലാസ് ഇങ്ങനല്ലേ ഇരിക്കുന്നത്, കാണിച്ചു. ഓക്കെ, മനസ്സിലായോ? അതായത് ബൾജിങ് മെംബ്രെയിന് ഫീറ്റൽ ഹെഡുമായിട്ട് ഇരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഹെഡ് ഈ ലോവർ യൂട്രൈൻ സെഗ്മെന്റിൽ നല്ലോണം ഫിക്സ് ആയിട്ടായിരിക്കുന്നത്. അപ്പൊ ഇതൊരു അവർ ഗ്ലാസ് അപ്പിയറൻസ് ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായോ? ഇതെല്ലാം ആ സംഭവം തന്നെയാണ്, ബൾജിങ് മെംബ്രെയിൻസ്. ഇതിന്റെ പേര് ഓർത്ത് വെച്ചോണേ, ബാഗ് ഓഫ് മെംബ്രെയിൻ. ഇനി ചിലപ്പം ഈ അവർ ഗ്ലാസ് ഈ ഒരു അപ്പിയറൻസ് മാറിയിട്ട് ഒരു കോണിക്കൽ അപ്പിയറൻസ് കാണാം. അത് കാണുന്നതെന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും, ഇപ്പം വെർട്ടെക്സ് അല്ലാതെ വേറെ എന്തെങ്കിലും പ്രസന്റേഷൻ, മാൽ പ്രസന്റേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ കാണുന്ന അപ്പിയറൻസ് കോണിക്കൽ അപ്പിയറൻസ് ആയിരിക്കും. അവർ ഗ്ലാസിന് വരവേ കോണിക്കൽ. മാൽ പ്രസന്റേഷൻ ആണെങ്കിൽ ഈ ബാഗ് ഓഫ് മെംബ്രെയിൻ എന്ന് പറയുന്നത് കോണിക്കൽ അപ്പിയറൻസ് ആയിരിക്കും. വെർട്ടെക്സ് പ്രസന്റേഷൻ ആണെങ്കിൽ അത് അവർ ഗ്ലാസ് അപ്പിയറൻസ് ആയിരിക്കും. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റേജിന്റെ ഇവന്റ്സ്. ഓർമ്മയുണ്ടോ? യൂട്രൈൻ കൺട്രാക്ഷൻ പറഞ്ഞു, പിന്നെ സെർവിക്സിന്റെ ചേഞ്ചസ്, എഫേസ്മെന്റ് ആൻഡ് ഡയലറ്റേഷൻ. ഫസ്റ്റ് സ്റ്റേജ് മാത്രമേ ഉള്ളൂ ഇത്ര ലെങ്തി, ബാക്കിയെല്ലാം ചെറുതാണ്. ഓക്കെ. മൂന്നാമത് എന്തോ പറഞ്ഞേ? ഉറങ്ങുവാന്ന് തോന്നുന്നില്ല. നാലാമത്തത് ഫോർമേഷൻ ഓഫ് ലോവർ യൂട്രൈൻ സെഗ്മെന്റ്, പിന്നെ ഫീറ്റൽ ഡിസെന്റ്, പിന്നെ ഫോർമേഷൻ ഓഫ് ബാഗ് ഓഫ് മെംബ്രെയിൻ. അതിന്റെ അകത്ത് അവർ ഗ്ലാസ് അപ്പിയറൻസ് ഓർത്ത് വെച്ചോണേ. ഓക്കെ. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോവുകയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ പറഞ്ഞ മേജർ ഇവന്റ്സ് എന്തുവാ? സെർവിക്കൽ എഫേസ്മെന്റ് ആൻഡ് സെർവിക്കൽ ഡയലറ്റേഷൻ. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഓഫ് എക്സ്പെൽഷൻ ആണ്. അതായത് മെംബ്രെയിൻസ് ഒക്കെ പൊട്ടിയിട്ട് കുട്ടി വെളി വരുന്നു. ഇതിന്റെ മീൻ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 1 hour ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ 6 to 8 hour ഫസ്റ്റ് സ്റ്റേജിന് വേണം, രണ്ടാമത്തെ സ്റ്റേജിന് ഒരു 3 hour ഒക്കെ വേണമെന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഇതിനൊരു 1 hour മതി സെക്കൻഡ് സ്റ്റേജിന്. ഈ സെക്കൻഡ് സ്റ്റേജിനും 2 ഫേസ് ഉണ്ട്, ഫേസ് 1 ഉം ഫേസ് 2. ഫസ്റ്റ് സ്റ്റേജിനും ഇതുപോലെ 2 ഫേസ് ഇല്ലായിരുന്നോ, ലേറ്റന്റും ആക്റ്റീവും. ഓക്കെ. ഇനി ഫേസ് 1ന്റെ വേറെ പേരാണ് പാസീവ്, പെൽവിക് അല്ലെങ്കിൽ ഡിസെന്റ്. ഫേസ് 2ന്റെ പേര് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി, ആക്റ്റീവ്. ഇത് പെൽവിക് ആണെങ്കിൽ ഇത് പെരിനിയൽ, ഡിസെന്റ് ആണെങ്കിൽ എക്സ്പൾഷൻ. ഓക്കെ. ഫേസ് 1 ഉം ഫേസ് 2 എന്ന് ആലോചിച്ച് വെച്ചാലും മതി. ഇതിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം അനസ്തേഷ്യ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഈ നള്ളിപ്പരയിലൊക്കെ 3 hour എടുക്കും. അനസ്തേഷ്യ കൊടുത്തില്ലെങ്കിൽ 2 hourനുള്ളിൽ ഈ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു പോകുന്ന പറയുന്നത്. അതൊന്നും ഓർക്കണ്ട, മാക്സിമം മീൻ ഡ്യൂറേഷൻ എങ്കിലും ഓർത്തിരിക്കുക, 1 hour ആണ്. ഇനി ഈവന്റ്സ് മറ്റേതിനെ പോലെ ഞാൻ അവിടെ 6 ഇവന്റ്സ് ആ പറഞ്ഞ, ഇവിടെ 4 ഇവന്റ്സേ ഉള്ളൂ. ഡിസെന്റ് ഓഫ് ദ ഹെഡ്, ബിയറിംഗ് ഡൗൺ പെയിൻസ്, ക്രൗണിങ്,
ആൻഡ് എക്സ്പെൽഷൻ ഓഫ് ഫീറ്റസ്. സെക്കൻഡ് സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് ഫീറ്റസ് എക്സ്പെൽ ആയി കഴിയും. ഓക്കെ, ഡിസെൻഡ് ഓഫ് ദ ഹെഡ്, ബിയറിംഗ് ഡൗൺ പെയിൻസ്, ക്രൗണിങ്, എക്സ്പെൽഷൻ ഓഫ് ഫീറ്റസ്. ഇപ്പൊ ഡിസെൻഡ് എന്ന് പറയുന്നത് കുട്ടിയുടെ തല താഴെ വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ. അത് എക്സാമിൻ ചെയ്യുന്ന അബ്ഡോമിനൽ ആൻഡ് വജൈനൽ എക്സാമിനേഷൻ, വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. ഓക്കെ, ഇനി ബിയറിംഗ് ഡൗൺ പെയിൻസ് അതെന്ന് പറഞ്ഞാല് ഈ വോളണ്ടറി കൺട്രാക്ഷൻസ് ഓഫ് അബ്ഡോമിനൽ മസിൽസ് വിത്ത് ഫോഴ്സ്ഡ് റെസ്പിറേറ്ററി എഫക്ട് അഗൈൻസ്റ്റ് എ ക്ലോസ്ഡ് ഗോൾസ്. അതായത് മാക്സിമം മദർ ആണെങ്കിൽ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് കുട്ടിയെ പുറത്തോട്ട് വിടാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അതായത് ബിയറിംഗ് ഡൗൺ പെയിൻസ് ഒക്കേഴ്സ് ഡ്യൂ ടു ഡൗൺവേർഡ് ത്രസ്റ്റ് ബൈ ദ യൂട്രൈൻ കൺട്രാക്ഷൻ. അതായത് യൂട്രസ് താഴോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ അബ്ഡോമിനൽ മസിൽസും ഭയങ്കര വോളണ്ടറി ആയിട്ട് കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മൾ ഭയങ്കര റെസ്പിറേറ്ററി എഫേർട്ട് എടുത്തിട്ട് അങ്ങനെയും തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാമാണ് നമ്മൾ പുഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബിയറിംഗ് ഡൗൺ പെയിൻസ് അതായത് ഇവിടെ മാക്സിമം ഫോഴ്സ് കൊടുത്ത് കൊച്ചിനെ താഴോട്ട് കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. അബ്ഡോമിനൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു, പിന്നെ യൂട്രസിന്റെ ഡൗൺവേർഡ് ത്രസ്റ്റ്, പിന്നെ ഫോഴ്സ്ഡ് റെസ്പിറേറ്ററി എഫക്ട് അഗൈൻസ്റ്റ് എ ക്ലോസ്ഡ് ഗ്ലോട്ടിസ്. ഇതിനെല്ലാം പുഷിംഗ് എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെയാണ് ക്രൗണിങ്. ക്രൗണിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാക്സിമം ഡയമീറ്റർ, നമ്മൾ ബൈപ്പറേറ്റൽ ഡയമീറ്റർ എന്നല്ലേ, അത് നമ്മുടെ വൾവയുടെ ഇതുണ്ടോ, വൾവൽ ഔട്ട്ലെറ്റിനെ സ്ട്രെച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അങ്ങനെ തല വെളി വരുന്നതിനെയാണ് ക്രൗണിങ് എന്ന് പറയുന്നത്. ഇത് പിന്നെ തിരിച്ചു പോകത്തില്ല, ഡസ് നോട്ട് റിസീഡ് ബാക്ക്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ കൺട്രാക്ഷൻ, അതായത് ഒരു കൺട്രാക്ട് ചെയ്ത് പുറത്ത് വന്ന് പിന്നെ കുറച്ച് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാലേ അടുത്ത കൺട്രാക്ഷൻ വരത്തുള്ളൂ. അപ്പൊ ഇത് തിരിച്ച് ബാക്കിലോട്ട് പോകത്തില്ല, അവിടെ തന്നെ നിൽക്കും. ഓക്കെ, അതിനെയാണ് ക്രൗണിങ് എന്ന് പറയുന്നത്. മാക്സിമം ഡയമീറ്റർ സ്ട്രെച്ചസ് വൾവൽ ഔട്ട്ലെറ്റ്, അതായത് ബൈപ്പറേറ്റർ ഡയമീറ്റർ വൾവൽ ഔട്ട്ലെറ്റിനെ സ്ട്രെച്ച് ചെയ്ത് പുറത്തോട്ട് വരും. അതിനെയാണ് ക്രൗണിങ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് എക്സ്പെൽഷൻ. അപ്പം 4 ഇവന്റ്സ് ഞാൻ പറഞ്ഞു. ഡിസെൻഡ് പറഞ്ഞു, ബിയറിംഗ് ഡൗൺ പെയിൻസ്, ക്രൗണിങ്, എക്സ്പെൽഷൻ. ഓക്കെ, ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്ന പ്ലാസന്റയുടെ സെപ്പറേഷനും എക്സ്പെൽഷനും ആണ്. സെക്കൻഡ് സ്റ്റേജിൽ എന്തായിരുന്നു? ഡിസെൻഡ് ആയിരുന്നു. തേർഡ് സ്റ്റേജിൽ പ്ലാസന്റൽ സെപ്പറേഷൻ ആൻഡ് എക്സ്പെൽഷൻ. അതിനാണെങ്കിൽ മാക്സിമം 50 മിനിറ്റേ എടുക്കത്തുള്ളൂ. സെക്കൻഡ് സ്റ്റേജിന് എത്ര അവർ എടുത്തു? 1 അവർ. അതിന് മുമ്പുള്ളത് 6 to 8 എന്നൊക്കെ പറഞ്ഞ് കുറെ ഉണ്ട്. കുറെ ടൈം എടുക്കുന്ന ഫസ്റ്റ് സ്റ്റേജിനാണ്. തേർഡ് സ്റ്റേജിനാണ് ഏറ്റവും കുറവ് ടൈം, 15 മിനിറ്റ്. അതായത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി യൂട്രസ് കൺട്രാക്ട് ചെയ്യും, റിട്രാക്ട് ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരു വട്ടം റിട്രാക്ട് ചെയ്താൽ പിന്നെ അതുപോലെ തന്നെ ഇരിക്കും, അങ്ങനെ സൈസ് കുറയുന്നു. ഓക്കെ, അപ്പം ഇതിപ്പം യൂട്രസ് ആണ്, അവിടെ ഇങ്ങനെ പ്ലാസന്റെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഈ യൂട്രസ് കൺട്രാക്ട് ചെയ്യുമ്പം ഈ പ്ലാസന്റയ്ക്ക് അവിടെ ഇരുന്ന സ്ഥലം കുറഞ്ഞില്ലേ? അതായത് ഇപ്പം കൺട്രാക്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ സൈസ് കുറഞ്ഞു, അപ്പൊ പ്ലാസന്റെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ അറ്റാച്ച്മെന്റ് ഒക്കെ വിട്ടുപോയില്ലേ അപ്പുറത്തും ഇപ്പുറത്തും? മനസ്സിലായോ? ഡിക്രീസ് ദ ഏരിയ ഓഫ് പ്ലാസന്റൽ ഇംപ്ലാന്റേഷൻ സൈറ്റ്. അങ്ങനെ പ്ലാസന്റ ബക്കിൾ ചെയ്തിട്ട് പുറത്തോട്ട് വരുമെന്നാ പറഞ്ഞ്. പ്ലാസന്റൽ സെപ്പറേഷൻ അറ്റ് ഡെസിഡ്യുവ സ്പോഞ്ചിയോസ. അതായത് യൂട്രസിന്റെ എൻഡോമെട്രിയത്തിന്റെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ലെയർ ആണ് ഡെസിഡ്യുവ സ്പോഞ്ചിയോസ. അവിടെ വെച്ചിട്ട് ഈ പ്ലാസന്റ സെപ്പറേറ്റ് ആയിട്ട് വരും. ഓക്കെ, അതായത് യൂട്രസ് കൺട്രാക്ട് ചെയ്യുന്നു ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി. അപ്പം യൂട്രസിന്റെ സൈസ് കുറഞ്ഞിട്ട് ഡിക്രീസ് ദ ഏരിയ ഓഫ് പ്ലാസന്റൽ ഇംപ്ലാന്റേഷൻ. അങ്ങനെ പ്ലാസന്റ ബക്കിൾ ചെയ്തിട്ട് പ്ലാസന്റ സെപ്പറേഷൻ അറ്റ് ദ ഡെസിഡ്യുവ സ്പോഞ്ചിയോസ. അത് ഇമ്പോർട്ടന്റ് ആണ്, വീക്കസ്റ്റ് പോയിന്റ് ആണ് എൻഡോമെട്രിയത്തിലെ. ഓക്കെ, ഡെസിഡ്യുവയുടെ തന്നെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ് ആണ്. ഇനി 2 മെത്തേഡ്സ് ഉണ്ട് പ്ലാസന്റൽ സെപ്പറേഷൻ. ഇത് ചോദിച്ചിട്ടുണ്ടേ. ഒന്ന് സെൻട്രൽ അല്ലെങ്കിൽ ഷൂൾസ് മെത്തേഡ്, അല്ലെങ്കിൽ മാർജിനൽ അല്ലെങ്കിൽ മാത്യു ഡങ്കൺസ് മെത്തേഡ്. MM എന്ന് ഓർത്താൽ മതി, മാർജിനൽ, മാത്യു. പിന്നെ സെൻട്രൽ ഷൂൾസ്. സെൻട്രൽ എന്ന് പറഞ്ഞ ഒന്നുമില്ല, അതായത് ഒരു റിട്രോ പ്ലാസന്റൽ ഹെമറ്റോമ. അതായത് പ്ലാസന്റയുടെ പുറകിൽ ഹെമറ്റോമ വരുന്നു. അപ്പൊ ഈ പ്ലാസന്റെ ഒരു അംബർല പോലെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരും. ഓക്കെ, മനസ്സിലായോ? അംബർല പോലെ, അതാണ് സെൻട്രൽ എന്ന് പറയുന്നത്. അതായത് റിട്രോ പ്ലാസന്റൽ ഹെമറ്റോമ ഫോം ചെയ്യുന്നു. അപ്പം സെപ്പറേറ്റ് പ്ലാസന്റ സെപ്പറേറ്റ് ലൈക്ക് ആൻ അംബർല. അതാണ് സെൻട്രൽ മെത്തേഡ്. ഈ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡങ്കൺസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ബിഗിൻസ്. അതായത് ഇപ്പം പ്ലാസന്റ അറ്റാച്ച് ചെയ്തിരിക്കും ഇവിടെ. അപ്പൊ പ്ലാസന്റ ഡിറ്റാച്ച് ചെയ്യുന്നത് ആദ്യം മാർജിനിൽ നിന്നായിരിക്കും. ഓക്കെ, എന്നിട്ട് പിന്നെ അതായത് പെരിഫറിന്ന് സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങും. എന്നിട്ട് ഈ പ്ലാസന്റ ഡിസെൻഡ് ചെയ്ത് താഴോട്ട് വരും. ഓക്കെ, അതായത് ഇപ്പൊ പ്ലാസന്റ ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുമായിരുന്നു. ഇവിടെ സൈഡ് വൈസ് ഇത് ഡിറ്റാച്ച് ചെയ്തിട്ട് മാർജിനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് ഈ നമ്മുടെ യൂട്രസിന്റെ സൈഡ് വൈസ് ഇത് ഇങ്ങനെ ഇറങ്ങി താഴെ വരും.
അപ്പൊ ഇങ്ങനെ താഴെ വരുമ്പോൾ നമ്മൾ വൾവയെ നോക്കുമ്പോൾ വജൈനെ കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണുന്നത് മെറ്റേണൽ സർഫസ് ഓഫ് പ്ലാസന്റെ ആയിരിക്കും. ഇതിപ്പോ ഫീറ്റൽ സർഫസ് അല്ലേ, അതായത് ഈ ഇപ്പുറത്തെ സൈഡ് ആയിരിക്കും നമുക്ക് താഴെ കാണാൻ പറ്റുന്നത്, ഈ കോട്ടിലിടാനൊക്കെ ഉള്ള ഭാഗം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് സെപ്പറേഷൻ ബിഗിൻസ് അറ്റ് ദ പെരിഫറി, എന്നിട്ട് സൈഡ് വൈസ് ഡിസെൻഡ് ആയിട്ട് താഴോട്ട് വരും പ്ലാസന്റ. അപ്പൊ മെറ്റേണൽ സർഫസ് ആയിരിക്കും വൾവയിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇത് ഇത്രയും നേരം പറഞ്ഞത് സെപ്പറേഷൻ ആയിരുന്നു. ഇനി അതിന്റെ എക്സ്പെൽഷൻ, സെപ്പറേറ്റ് ചെയ്ത് വന്ന പ്ലാസന്റ എക്സ്പെൽ ചെയ്യുന്നെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് ഒരു കൺട്രോൾഡ് കോഡ് ട്രാക്ഷൻ കൊടുക്കണം. അതായത് ജസ്റ്റ് ഒരു ചെറിയ ട്രാക്ഷൻ കൊടുത്ത് നമ്മൾ വെളിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ ഒരു ഇന്നെവിറ്റബിൾ എമൗണ്ട് ഓഫ് ബ്ലഡ് ലോസ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് 300 ml ഒക്കെ വരും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ യൂട്രസ് കൺട്രാക്ട് ചെയ്ത് റിട്രാക്ട് ചെയ്തിട്ട് ഈ ബ്ലഡ് വെസൽസിനെ എല്ലാം കൂടെ എന്ത് ചെയ്യും, കൺട്രാക്ട് ചെയ്ത് വെക്കും. അപ്പൊ ബ്ലഡ് ലോസ് അങ്ങ് കുറഞ്ഞ് ലിവിങ് ലൈഗേച്ചർ എന്നാണ് പറയുന്നത്. മനസ്സിലായി? യൂട്രൈൻ മസിൽ ഫൈബേഴ്സിന്റെ ഇടയ്ക്ക് റിട്രാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ അകത്തുള്ള ബ്ലഡ് വെസൽസ് എല്ലാം കൂടെ ക്ലോസ് ആയി പോകും. അങ്ങനെ ബ്ലീഡിങ് കുറയും. അതിനെയാണ് നമ്മൾ ലൈവിങ് ലിഗേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ പ്രീ ലേബറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നോക്കണം. ലൈറ്റനിങ്, മൂന്നെണ്ണം പറയൂ പെട്ടെന്ന് പറഞ്ഞു. പിന്നെ ലേബറിന് ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്. ഫസ്റ്റിന് തന്നെ 2 സ്റ്റേജ്, ലേറ്റന്റ് ഫേസും ആക്റ്റീവ് ഫേസും. ലേറ്റന്റ് ഫേസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? സെർവിക്കൽ എഫേസ്മെന്റ്, ഓർത്തില്ലെങ്കിൽ ഇത് ഓർക്കണം. ആക്റ്റീവ് ഫേസിൽ സെർവിക്കൽ ഡയലറ്റേഷൻ. പിന്നെ ഇവന്റ്സ് ഓർക്കണം, യൂട്രൈൻ കൺട്രാക്ഷൻ. ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജ് ആണ്, കുറെ നേരം പിടിച്ച് മറക്കരുത്. 6 കമ്പോണന്റ് ഉള്ളത്. സെക്കൻഡ് സ്റ്റേജിലാണെങ്കിൽ ടോട്ടൽ 4 കമ്പോണന്റേ ഉള്ളൂ. തേർഡ് സ്റ്റേജിലാണെങ്കിൽ പ്ലാസന്റയുടെ സെപ്പറേഷൻ ആൻഡ് എക്സ്പെൽഷൻ 2 മെത്തേഡ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഉണ്ടേ പോവില്ല. പറഞ്ഞു. The active phase of labor, cervical dilatation, 1 centimeter per hour. 1 centimeter per hour. Okay, sure. Which of the following is not a feature of cervical? Increase in collagen. ഒരു മിനിറ്റ് മറ്റേത് ഞാൻ പറഞ്ഞല്ലോ, ഹയലുറോണിക് ആസിഡ്. വായിച്ചു എല്ലാരും വായിച്ചു. Increase in collagen. ഇൻക്രീസ് കൊളാജിൻ കുറയും, ഹയലുറോണിക് ആസിഡ് കൂടും, മറ്റേ ഡെർമറ്റൻ സൾഫേറ്റ് കുറയും. ഇതെല്ലാം എന്തിനായിരുന്നു ഹെൽപ്പ് ചെയ്യുന്നത്? റൈപ്പനിങ് അല്ലെങ്കിൽ സോഫ്റ്റനിങ്, മറക്കരുത്. ഇതെല്ലാം പ്രീ ലേബറിലാണ് ഞാൻ പറഞ്ഞത്, 3 കമ്പോണന്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ആക്റ്റീവ് ഫേസ് ഓഫ് ലേബർ? ലേറ്റന്റ് ഫേസ് കഴിഞ്ഞിട്ടാണ് ആക്റ്റീവ് ഫേസ് വരുന്നത്. അതിൽ 3 കമ്പോണന്റ്: ആക്സിലറേഷൻ, മാക്സിമം സ്ലോപ്പ്, ഡീസിലറേഷൻ. ഇതെല്ലാം ഫസ്റ്റ് സ്റ്റേജ് ആണ്, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ. ഇനി നാലാമത്തെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ലേബർ കൺട്രാക്ഷൻ? ഫണ്ടൽ ഡോമിനൻസ് ഇല്ലേ? അപ്പർ ആൻഡ് ലോവർ സെഗ്മെന്റ്. അപ്പർ ആദ്യം, പിന്നെ ലോവർ. പിന്നെ റെഗുലർ ആൻഡ് ഇൻക്രീസ് ഡ്യൂറേഷൻ, അത് കറക്റ്റ് ആണോ? അതെ, കറക്റ്റ്. എത്ര സെക്കൻഡ് എടുക്കും? 90 സെക്കൻഡ്. ഫ്രീക്വൻസി 3 in 10 കേട്ടോ, 10 മിനിറ്റ്. പിന്നെ പെയിൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ. പെയിൻ ഇല്ലാത്ത കൺട്രാക്ഷൻ എന്തോ പറയുന്നത്? പിന്നെ ബ്രാക്സ്റ്റൺ contraction. പിന്നെ സെൻസിറ്റിവിറ്റി ഓഫ് യൂട്രൈൻ മസ്കുലേച്ചർ ഈസ്, പറയൂ. അയ്യോ, ഡി ആണോ? ഡി ആണ്. ആൻഡ് ഇൻഹിബിറ്റഡ് ബൈ പ്രൊജസ്ട്രോൺ ആണ്. ഞാൻ അത് പറഞ്ഞില്ലായിരുന്നു ആ പോയിന്റ്. പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് പ്രൊജസ്ട്രോൺ ചെയ്യുന്നത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ,
സി. ബി ആണ്. ബി ബി. ഡോട്ട് കാരണം വെച്ച് യൂട്രൈൻ കൺട്രാക്ഷൻ ഇല്ലേ ഉണ്ട്. ബാഗ് ഓഫ് വാട്ടർ ഞാൻ ബാഗ് ഓഫ് മെമ്പറൈൻ എന്ന് പറഞ്ഞ ആ സാധനം തന്നെയാണ്. പിന്നെ ആ. ഡിസെന്റ് ഇല്ലേ, ഹെഡ് ഡിസെന്റ്. പിന്നെ സെർവിക്കൽ ഡയലറ്റേഷൻ ഇല്ലേ ഉണ്ട്. വജൈന ഷോർട്ട് ആവുന്ന ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഓ ഞാൻ ഷോർട്ട് സർവീസ് അതാണ് എഫേസ്മെന്റ് കേട്ടോ. എഫേസ്മെന്റ് മറക്കരുത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. പിന്നെ 38 പേജാണ് അജ്മന ഇപ്പൊ തീർത്തത് കേട്ടാ. വളരെ വലിയ കാര്യം. താങ്ക് യു. Congratulations. 38 പേജ്. Great. ഗ്രേറ്റ്. Thank you.